Hey traders, welcome back to another trade breakdown video. നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റിനകത്ത് നമ്മളെടുത്ത ലൈവ് ട്രേഡ്സും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിനകത്ത് നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേര് നിങ്ങൾ എടുത്ത ട്രേഡ്സിന്റെയും ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ റീക്യാപ്പ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടി നമ്മൾ ഡേ പിക്ക് ചെയ്യുന്നത് ഈ കഴിഞ്ഞ തൊട്ട് ദിവസം മുമ്പുള്ള ഫ്രൈഡേത്തെ ട്രേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ചെക്ക് ചെയ്യാനും അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തന്ന സെറ്റപ്പും നിങ്ങൾ ഇപ്പം ഇതിനകത്ത് അടുത്ത സ്റ്റുഡൻസിന്റെ സെറ്റപ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എന്തിന്റെ ബേസിലാണ് അത് എനിക്ക് അവരുടെ setup എനിക്ക് മനസ്സിലായ രീതിയിൽ എങ്ങനെയാണ് അവരെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. നമ്മുടെ നിലവിലുള്ള സ്റ്റുഡൻസിന് അവർക്ക് ഒരു എന്താ പറയാ ഒരു ബാക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയും അല്ലെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് അവിടെ ഒരു എൻട്രി എടുത്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവിടെ എൻട്രി എടുക്കാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ ഡിസ്കോഡിനകത്ത് പോസ്റ്റ് ചെയ്ത രണ്ട് എൻട്രീസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞത് USD JPY-നകത്തുള്ള ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി 4 മണിക്കൂറിന്റെ ബേസിലാണ് ഞാൻ ആ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് എനിക്ക് എന്റെ ഡെയിലിന്റെ ബേസിലും ആ ഒരു സെറ്റപ്പ് വാലിഡ് ആയിരുന്നു. ഇതേപോലെ തന്നെ സെയിം ഡേ ഞാനൊരു ഓഡ് USD-നകത്ത് ഒരു ബൈ മോഡൽ ബേസ്ഡ് ഓൺ 15 മിനിറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സെർച്ച് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് എൻട്രീസും നിങ്ങൾക്ക് നോക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഒരു എൻട്രി അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. So, എന്തിന്റെ ബേസിൽ ഈ രണ്ട് എൻട്രീസ് ഞാൻ റെക്കമെൻഡ് ചെയ്തു, ഞാൻ ഇതിന്റെ ആഫ്റ്റർ റിസൾട്ട് എന്താണ്, ഇത്തരം കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീടിനകത്ത് ഫസ്റ്റ് സെക്ഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഫസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് USD JPY-നകത്ത് പോസ്റ്റ് ചെയ്ത സെറ്റപ്പ് ആണ്. പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 11:17 ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തുകൊണ്ട് അവർ എൻട്രി എടുത്തു, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ സെയിം ഡേ എവിടെയാണോ പ്രൈസ് നിൽക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചാർട്ട് എന്തിരിക്കുന്നത് ഞാനിപ്പോഴേ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. സോ ഈ ചാർട്ട് നോക്കുന്ന സമയത്ത് ഫോർവേഡ് ബേസിൽ മാർക്കറ്റ് ഓവറോൾ കണ്ടീഷൻ എന്താണ്, ബെയറിഷ് ആണല്ലേ, നല്ല സ്ട്രോങ് മൊമെന്റ് ആണ് പ്രൈസ് എന്ത് ചെയ്യുന്നത് ഫോർവേഡ് ബേസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം ഡെയിലിയിലും പ്രൈസ് ആക്ഷൻ എന്താണ്, ഒരു ക്ലീൻ ആയി മീൻസ് റീസെന്റ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ എന്താണ് ഒരു ക്ലീൻ ആയിട്ടുള്ള ബേസ് സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. പക്ഷെ ബേസ്ഡ് ഓൺ ഓവറോൾ ഡയറക്ഷൻ മാർക്കറ്റ് എന്താണ് സൈഡ് ആണ്. പക്ഷെ റീസെന്റ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് സ്വിംഗ് ലോ പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു. പക്ഷെ ബോഡി ക്ലോഷർ ഒന്നുമില്ല, ഇറ്റ് ജസ്റ്റ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ മൺഡേ അല്ലെങ്കിൽ ഈ വരുന്ന ദിവസം നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് തിരിച്ച് താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെക്സ്റ്റ് ബുൾ റൈഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് റീസെന്റ് പ്രൈസ് സെഷൻ പ്രകാരം മാർക്കറ്റ് എന്താണ് ഡെയിലി ബേസ്ഡ് ഓൺ ഡെയിലി ബെയറിഷ് ആണ് അല്ലെ. ആൻഡ് ഈ ഒരു ക്യാൻഡിൽ ലാസ്റ്റ് ഡേ ക്യാൻഡിൽ ആണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്തുതരാം. ഓക്കെ, ലാസ്റ്റ് ഡേ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലാണ്. ബേസ്ഡ് ഓൺ ഡെയിലി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷൻ ഉള്ളത്, നിങ്ങൾ ജസ്റ്റ് ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡെയിലി എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് എന്ത് തന്നിട്ടുണ്ട്, ഒരു ക്രോസ് സ്ട്രക്ചർ തന്നെ. ദാറ്റ് മീൻസ് എനിക്ക് മാർക്കറ്റിനകത്ത് എന്ത് കിട്ടി, ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. ആൻഡ് പ്ലസ് എനിക്ക് എന്തും കിട്ടിയിട്ടുണ്ട്, ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞത് ബേസ്ഡ് ഓൺ ഇന്റേണൽ ആണ്. ഓക്കെ, മേജർ സ്ട്രക്ചർ അല്ല. അപ്പൊ അതിന് അതിന്റേതായ റിസ്കും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, ഈ ഒരു മാർക്കറ്റിനകത്തുണ്ട്. ഇതിന്റെ കൂടെ പ്രൈസ് എന്ത് കൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സ്വിംഗ് ലോയും ഡെയിലിൽ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തു. സോ പ്രൈസ് എനിക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് വന്ന് ബ്രേക്ക് സ്ട്രക്ചർ പ്ലസ് സ്വിംഗ് ലോയും പ്രൈസ് എന്ത് ചെയ്തു ബ്രേക്ക് ചെയ്തു. അതിന്റെ കൂടെ തന്നെ ഡെയിലിന്റെ കൂടെ തന്നെ പ്രൈസ് എനിക്കും തന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്, ഡെയിലിയിൽ ഒരു വീക്ക് ക്യൂമും മാർക്കറ്റിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു സ്ട്രോങ് ക്യൂമും ഒരു വീക്ക് ക്യൂമും മാർക്കറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തതോടുകൂടി നമുക്ക് എന്ത് കംപ്ലീറ്റ് ആവും, ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്കിവിടെ കംപ്ലീറ്റ് ആവും. എവിടെ തൊട്ട് എവിടെ വരെ, ഫ്രം ഹിയർ ഹിയർ. സോ ഇതിനകത്താണ് ഞാൻ എന്റെ എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്, ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ എന്റെ ട്രേഡിംഗ് റേഞ്ച് എന്റെ PO ആയിട്ട് എനിക്ക് ഇവിടെ എന്ത് കൺസിഡർ ചെയ്യാം, ഒരു സപ്ലൈ സോൺ എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എനിക്ക് ആവശ്യത്തിലുള്ള ഇംബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള സെൽ മൂവ്മെന്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്ക് ഇവിടെ എന്തും കിട്ടി, ഒരു സപ്ലൈ സോണും കിട്ടി. സോ ഇതായിരുന്നു എന്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഒരു വലിയ സപ്ലൈ സോണും അതുപോലെ തന്നെ ഞാൻ ഇതിനെ റിഫൈൻഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു റേഞ്ചിനെ റിഫൈൻഡ് ആക്കാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്ത ടൈം ഫ്രെയിം ആണ് H4. അപ്പൊ H4ന്റെ ബേസിലാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു റേഞ്ചിനെ റിഫൈൻഡ് ആക്കി മാറ്റിയത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, മുമ്പ് മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഡെയിലിയിലേക്ക് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു മാർക്കപ്സ് ഡെയിലിയിൽ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യാം, മാറ്റാം. നോക്കേണ്ടത് കറക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ള ട്രേഡിംഗ് വ്യൂ. ഐ തിങ്ക് ആസ് യൂഷ്വൽ ഒരു സ്ലോ ഉണ്ട്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് പറഞ്ഞ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, എന്താണ് H4ൽ മാർക്ക് ചെയ്ത് ആ രീതിയിൽ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. H4ൽ പോകുന്ന സമയത്ത് മാർക്കറ്റിന്റെ കണ്ടീഷൻ വന്നത് ഒരു ക്ലീൻ ആയിട്ടുള്ള എന്ത് ട്രെൻഡ് ആയിരുന്നു, ബേറിഷ് ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് സ്വിംഗ് ഹൈ പോയിന്റ് എവിടെ വരുന്നത്, ഈ കാണുന്ന ഏരിയയിലാണ് സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് നോക്കുന്ന സമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ പ്രൈസ് എന്ത് വന്നിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് പ്ലസ് എനിക്ക് എന്തുകൂടെ വന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അല്ലേ. മീൻസ് എനിക്ക് അവിടെ എന്ത് കിട്ടി,
ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. എനിക്ക് എന്ത് വേണം? ഒരു വീക്ക് ക്യൂം അല്ലേ? അതിനുവേണ്ടി എനിക്ക് ഏത് പോയിന്റ് കൺസിഡർ ചെയ്യാം? സ്വിംഗ് ഇവിടെ കൺസിഡർ ചെയ്യാം. സോ ഇവിടെ പ്രൈസ് എന്തുണ്ട്? ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ ബ്രേക്ക് കോസ്റ്റ് ഓഫ്. സോ ട്രേഡിംഗ് റേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാത്ത ആളുകൾ നിങ്ങളെ മെന്റേഴ്സിനായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഇതെങ്ങനെയാ സ്ട്രോങ് ക്യൂം സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണം? അപ് സൈഡിലേക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ബ്രേക്ക് കോസ്റ്റ് ഓഫ്. വീക്ക് ക്യൂമിനോ ഡൗൺ സൈഡിലേക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ബ്രേക്ക് കോസ്റ്റ് ഓഫ്. സോ ഈ രണ്ട് പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചാർട്ടിനകത്ത് കണ്ടുപിടിച്ചത്. സോ വൺസ് നിങ്ങൾ ട്രേഡിംഗ് റേഞ്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ POIs ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? സോ POന്റെ ഇടയ്ക്ക് പോകുന്ന സമയം നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാം കോമൺലി നോൺ ആസ് നമുക്ക് എന്തെടുക്കാം? സപ്ലൈ സോൺ. ഈ സപ്ലൈ സോണിന്റെ അവിടെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? ബ്രേക്കപ്പ് ബ്ലോക്ക്, ലൈൻ, അതുപോലെ തന്നെ അൺമിറ്റിഗഡ് വിക്ക് എല്ലാം നമുക്ക് ആ ഒരു സപ്ലൈ സോണിനകത്ത് തന്നെ വരുന്നത്. ഇപ്പൊ ഈ PO ആയിട്ട് ഞാൻ എന്ത് കൺസിഡർ ചെയ്തു? സപ്ലൈ സോൺ കൺസിഡർ. എല്ലാം വരച്ചു വെക്കുന്നതിന് പകരം നമുക്ക് എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു POI എന്ത് ചെയ്താൽ മതി? ചൂസ് ചെയ്തത്. അപ്പൊ ഈ ഒരു POനകത്ത് വരുന്ന സമയത്താണ് എൻട്രി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായി? സെർച്ച് ചെയ്യുന്നത്. ആൻഡ് മാർക്കറ്റ് ചാർട്ട് പ്രകാരം നമുക്ക് എവിടെയാണ് നിൽക്കുന്നത്? സോറി, അത് കുറച്ചും കൂടി ഫാസ്റ്റ് ഫോർവേഡ് ആയി. ഓക്കെ, ഈ രീതിയിലാണ് ചാർട്ട്സ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റാണ് നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കും അല്ലെ, ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ സപ്ലൈ സോൺസ് കാര്യങ്ങളെല്ലാം മാർക്കറ്റ്. ദെൻ നെക്സ്റ്റ് വേറെ എന്തെങ്കിലും എവിഡൻസ് നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ടോ? നമുക്ക് പിന്നെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ ഇവിടെ എന്ത് വരയ്ക്കാം? ഒരു റൈസിംഗ് വെഡ്ജ് വരയ്ക്കാം. ഇറ്റ്സ് ലിക്വിഡിറ്റി. ഞാൻ അതൊരു പാറ്റേൺ പോലെ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ലിക്വിഡിറ്റി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു റൈസിംഗ് വെഡ്ജ് എന്ന് വിളിക്കാം. സോ യാ, നമുക്ക് എന്തുണ്ട്? ഒരു ലിക്വിഡിറ്റി ട്രെൻഡ് ലൈൻസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സോ എന്റെ എൻട്രി പ്ലാൻ എന്താണ്? പ്രൈസ് തിരിച്ച് എന്റെ ഇവിടെ വരണം, സപ്ലൈ സോണിൽ വന്ന് ടാപ്പ് ചെയ്യണം. ദെൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു സെൽ ലിമിറ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു ലിമിറ്റ് ഓർഡർ, ഒരു കൺഫർമേഷൻ എൻട്രി എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. ടാർജറ്റ് നിങ്ങൾക്ക് എവിടെ വെക്കാവുന്നതാണ്? ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് മീൻസ് ഇന്റർണൽ റേഞ്ചിലേക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ടാർജറ്റ് വെക്കാവുന്നതാണ്. പക്ഷെ ബാഡ് ലൈക്ക് മാർക്കറ്റ് എന്ത് ചെയ്തില്ല? POയിലേക്ക് വരുന്നില്ല. അതിന് മുമ്പേ ആ ഒരു ന്യൂസിന്റെ സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല സ്ട്രോങ് ആയിട്ടൊരു മൊമെന്റത്തിലൂടെ എന്ത് ചെയ്തു? ഫാളായി. സോ അഫ്കോഴ്സ് നമുക്ക് ആ ഒരു എൻട്രി എന്താവുക ചെയ്തത്? ഇവിടെ മിസ് ആവുക ചെയ്തത്. പക്ഷെ നിങ്ങൾ ഡെയിലി തന്നെ സ്ട്രിക്ട് ചെയ്ത ആ ഒരു മാർക്കറ്റ് സ്വിംഗ് മോഡലൊക്കെ നോക്കുന്ന സമയത്ത് ഡെയിലിയിൽ അത് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡെയിലി നമ്മളിപ്പോ ഇപ്പം ഇത് ഇന്റേണൽ ബേസിലായതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യൂല? ഡയറക്റ്റ് എൻട്രി ഞാൻ ഡെയിലിയിലാണെങ്കിൽ പോലും എടുക്കൂല. അതുപോലെ തന്നെ ഡെയിലി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ക്യാൻഡിലും ഫോം ചെയ്യുന്ന ഓരോ ദിവസം എടുത്തിട്ടാണ്. അപ്പൊ അത്രയും ടൈം വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ആ ഒരു എൻട്രീസ് കാര്യങ്ങളെല്ലാം അവിടെ എക്സിക്യൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ സ്വിംഗ് മോഡൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യേണ്ടി വരും. ഇത് ഡെയിലിയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ ഞാൻ ഓൾറെഡി ഇവിടെ എന്ത് മുമ്പ് എന്ത് ട്രേഡിംഗ് ചെയ്യും. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. Then we have break cost structure strong term കിട്ടി. Then liquidity sweep, break cost structure weak term കിട്ടി. The next plan എന്താ? എനിക്ക് ഇവിടെ സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. ആ സപ്ലൈ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. So ഇത്രയും ആയി. സോ ഡെയിലിയുടെ ബേസിൽ കറക്റ്റ് പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു POയിൽ ടാപ്പ് ചെയ്തിട്ട് ഞാൻ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെല്ലോട് കൂടി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ നമ്മളിപ്പോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് എൻട്രി പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്താണ്? അത്യാവശ്യം പണിയുള്ള കാര്യം. അത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ 151 പിപ്സിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ടാർജറ്റ് നമുക്കൊരു 103 പോലും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള റേഞ്ച് ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് എന്ത് ചെയ്യും? 50%, ആ ഒരു POയുടെ 50% എടുക്കും. സോ അങ്ങനെ ആ ഒരു POയുടെ 50% നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ എൻട്രി എന്തായിരുന്നു? അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള എൻട്രി ആയിരുന്നു. 50% വന്നിട്ട് തന്നെയാണ് പ്രൈസ് എന്ത് ചെയ്തത്? മാർക്കറ്റ് താഴോട്ട് ഫോള് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എൻട്രി ഹിയർ ബോത്ത് പ്രൊട്ടക്റ്റഡ് ഹൈ. ടാർജറ്റ് നമുക്ക് ഇവിടെ വെക്കാം. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ 1:5 എന്ത് ചെയ്യാൻ ടാർജറ്റ് വെക്കാം. പക്ഷേ ഇത് മാർക്കറ്റ് ഓൾമോസ്റ്റ് 1:5 അടുത്ത് എന്തിട്ടുണ്ട്? മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. നല്ല എൻട്രി ആയിരുന്നു ഡെയിലിന്റെ ബേസിലാണെങ്കിലും H4ന്റെ ബേസിലാണെങ്കിലും. പക്ഷെ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് കോഴ്സ് നമ്മൾക്ക് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഇതായിരുന്നു ആ ഒരു ഡേയിലെ ഫസ്റ്റ് എൻട്രി മോഡലിൽ വന്നത്. രണ്ടാമത്തെ എൻട്രി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ചാർട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡ് USD-നകത്തുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. ഈ കാണുന്ന ഡിമാൻഡ് സോണിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൈ ചെയ്യാം. ഇതായിരുന്നു പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാൻ പ്രകാരം തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു ഡേ മൂവ് ചെയ്തിരിക്കുന്നു. സോ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ എൻട്രി നോക്കാം? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു പെയർ ഓഡ് USD ആണ്. ജസ്റ്റ് എന്ത് ചെയ്യാം? ഓഡ് USD എടുക്കാം. ഓഡ് USD ഒനാഡ FXCM-ലാണ് ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ ഞാൻ ഒനാഡ എടുക്കുന്നുണ്ട്. ദെൻ 15-ലേക്ക് ജസ്റ്റ് സ്വിച്ച് ചെയ്തു. മാർക്കറ്റ് നിൽക്കുന്ന ഒരു ജസ്റ്റ് എന്ത് ചെയ്തു? ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, നിങ്ങളെ മുന്നിലുള്ള ഇൻഫർമേഷൻ ഏകദേശം എന്ത് ചെയ്യാണ്? ഈ രീതിയിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ചാനൽ താഴോട്ട് കൂടി വന്നിട്ടുണ്ട്. യാ, അതിന് മുമ്പ് നമുക്ക് ആ ഒരു POIs കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യാം. സോ 50-minute ബേസിൽ നിങ്ങൾ നോക്കും മാർക്കറ്റ് എന്തായിരുന്നു? സ്ട്രോങ് ആയിട്ടുള്ള ബൈ മൊമെന്റ് ആണ് മാർക്കറ്റ് കാണിക്കുന്നത്. ആൻഡ് H1-ലാണെങ്കിലും മാർക്കറ്റ് എന്താണ്? ബൈ സൈഡ് ആണ്. ആൻഡ് H4-ലാണെങ്കിലും മാർക്കറ്റ് എന്താണ്? ബൈ സൈഡിലാണ് മാർക്കറ്റ് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബാക്ക് ടു
ഈവൻ ഡെയിലിയിലാണെങ്കിൽ പോലും നമുക്ക് മാർക്കറ്റ് എന്താണ് ബുള്ളിഷ് ആണ് സെന്റിമെന്റ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടും ആ ഒരു സെറ്റപ്പ് ഹൈ പ്രോബ്ലം ആണ്. നമ്മൾ 1% റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് 50% 50 മിനിറ്റ് വന്ന് നമ്മൾ നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ട്രേഡിംഗ് റേഞ്ച് അല്ലെ. സോ ട്രേഡിംഗ് റേഞ്ചിന് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം? ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ദെൻ വി ഹാവ് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യൂം കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഒരു വീക്ക് ക്യൂം വേണം അല്ലെ. സോ ഒരു വീക്ക് ക്യൂമിന് വേണ്ടി ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. സോ നമുക്ക് സ്ട്രോങ് ക്യൂമും കിട്ടി, വീക്ക് ക്യൂമും കിട്ടി. സോ എന്റെ ട്രേഡിംഗ് റേഞ്ച് കംപ്ലീറ്റ് ആയി. സോ എവിടെ തൊട്ട് എവിടെ വരെ? ഫ്രം ഹിയർ ടു ഹിയർ. സോ ട്രേഡിംഗ് റേഞ്ച് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് ഇതിന് എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആയിട്ട് എന്താ ഞാൻ എടുത്തിരിക്കുന്നത്? ഏഷ്യ. ഓഫ്കോഴ്സ് ഏഷ്യ ആണ്. സോ ഏഷ്യയുടെ ഇൻഡിക്കേറ്റർ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? എനേബിൾ ചെയ്ത് വെക്കും. സോ ഏഷ്യ സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ ആൻഡ് എൻഡിങ് ഫ്രം ഹിയർ. ഇതിനടുത്ത് എന്തായിരുന്നു? POI അല്ല. സോ ഈ POI നോക്കുമ്പോൾ നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ക്യൂമലൈനും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ആകെയുള്ള ഒരു POI എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാന്ന് പറയുന്നതാണ്. ആൻഡ് ഇത് നമുക്കൊരു ഡിമാൻഡ് സോൺ ആയിട്ട്, ഓഫ്കോഴ്സ് നമുക്കൊരു ഡിമാൻഡ് സോൺ ഉണ്ട് ഹിയർ. പക്ഷേ ഡിമാൻഡ് സോൺ ഞാൻ ആ സമയത്ത് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യില്ല? ഏഷ്യ സ്റ്റിൽ എന്തായിട്ടില്ല. അപ്പൊ ഏഷ്യ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏഷ്യ ഹൈയലോ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യുന്ന എന്തല്ല സേഫ് അല്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു POനെ റിഫൈൻഡ് ആയിട്ട് ഓർഡർ ബ്ലോക്ക് ഞാൻ എന്ത് ചെയ്തു? ഓർഡർ ബ്ലോക്കിലേക്ക് ഞാൻ ആക്കി വെച്ചു. ദെൻ ഇതിന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഇതിന്റെ എൻട്രി ഞാൻ എവിടെ എത്തുമ്പോൾ പ്ലാൻ ചെയ്യുന്നു? ഹിയർ. ഇതായിരുന്നു എന്റെ എൻട്രി പ്ലാൻ എന്ന് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. സോ ബാക്ക് ടു ഹിയർ. ദെൻ നെക്സ്റ്റ് എന്താ? ഇവിടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഈ ഏഷ്യന്റെ അകത്ത് തന്നെ നമുക്ക് പ്രൈസ് ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ, ഒരു അക്യുമുലേഷൻ ഫേസിലല്ല മാർക്കറ്റ് റൺ ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ഒരു AMD അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു റേഞ്ച് ഒരു എന്താണ് AMD എന്നുള്ള, അല്ലെങ്കിൽ പവർ ഓഫ് ത്രീ എന്ന കോൺസെപ്റ്റ് ഉണ്ട്. എന്താ ഉദ്ദേശം? ഇവിടെ നമുക്ക് AMD മോഡലല്ല പ്രൈസ് ഈ POI എത്തുന്നതിന് മുമ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അതും പോട്ടെ, നിങ്ങൾ നോക്കി ഈ ഒരു POI എത്തുന്നതിന് മുമ്പ് പ്രൈസ് എന്താ ക്രിയേറ്റ് ചെയ്യുന്ന? സം കൈൻഡ് ഓഫ് ഒരു ഡബിൾ ബോട്ടം, റൈറ്റ് അല്ലെ? ഒരു ലിക്വിഡിറ്റി അല്ലെ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്ത് വിളിക്കാം? റേഞ്ചിങ് മാർക്കറ്റ്. റേഞ്ചിങ് മാർക്കറ്റ് ഓഫ് കോഴ്സ് നമുക്ക് എന്താണ്? ലിക്വിഡിറ്റി മോഡൽ ആണല്ലേ. സോ അതൊക്കെയാണ് എന്റെ ഒരു എക്സ്ട്രാ ട്രേഡിംഗ് റേഞ്ച്. മീൻസ് ട്രേഡിംഗ് റേഞ്ച് ഉണ്ട്, ഏഷ്യ ഉണ്ട്, ലിക്വിഡിറ്റി ആയിട്ട് പ്ലസ് നമുക്ക് എന്തുണ്ട്? ഒരു പവർ ഓഫ് ത്രീ മോഡൽ, ഒരു എൻട്രി മോഡലും ഉണ്ട്. ശരി, ഞാൻ ഇവിടെ എത്തുമ്പോഴാണ് എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാർട്ടിൽ കാണുന്ന പോലുള്ള രീതിയിൽ ഞാൻ ക്യാൻഡിൽ ജസ്റ്റ് ആക്കി വരുന്നത്. സോ ഈ ഒരു മോഡലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രൈസ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, ഒരു ക്യാൻഡിൽ അവിടെ ഉണ്ട്. സോ ഇതിലൊരു സ്ട്രോങ് ബൈ മൂവ്മെന്റ് ആണ്. ഇവിടെ ആ സമയത്ത് മാർക്കറ്റ് റണ്ണിങ് ആണ്, അതുകൊണ്ടാണ് ആ രീതിയിൽ മാർക്കറ്റിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് അത് ഒഴിവാക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻട്രി നോക്കാം. സോ എൻട്രിക്ക് വേണ്ടി ഞാൻ പിക്ക് ചെയ്ത ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 3 മിനിറ്റും 5 മിനിറ്റും ആണ്. ഞാൻ എന്തിനു വേണ്ടി ചൂസ് ചെയ്തത്? എൻട്രിക്ക് വേണ്ടി ഞാൻ ചൂസ് ചെയ്തത്. സോ 3 മിനിറ്റ് ആണ് ഞാൻ എൻട്രിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മിനിറ്റ് 5 മിനിറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരുന്നു. സോ 3 മിനിറ്റിലേക്ക് വരുമ്പോൾ എന്റെ പ്രൈസ് എവിടെ ടാപ്പ് ചെയ്തു? എന്റെ ഹൈ ടൈം ഫ്രെയിം POയിൽ എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തതിന് എനിക്ക് എന്ത് വേണം? ഇൻഫർമേഷൻ വേണമല്ലോ. സോ വൺസ് പ്രൈസ് POയിൽ ടാപ്പ് ചെയ്തതിന് എനിക്ക് എന്താണ്? സ്ട്രോങ് ക്യൂം മാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഈ ഒരു സിനാരിയോ വന്നപ്പോൾ ഞാൻ പിന്നെ എന്ത് ചൂസ് ചെയ്ത്? 5 മിനിറ്റിലേക്ക് ചാർട്ടിനെ കുറച്ചും കൂടി റിഫൈൻഡ് ആക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇന്റേൺസ് വന്നിട്ടുണ്ട്. ഇവിടെ ലോ. സോ എനിക്ക് ഒരു ബ്രേക്ക് ഓപ്ഷൻ നടക്കേണ്ട ഇവിടെയാണ്. അതിന്റെ മുമ്പ് പ്രൈസ് എന്ത് ചെയ്തു? ഇന്റേൺസ് ക്രിയേറ്റ്. അപ്പൊ ഇതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 5 മിനിറ്റിലേക്ക് ചാർട്ട് സ്വിച്ച് ചെയ്തു. അപ്പം 5 മിനിറ്റിലേക്ക് ചാർട്ട് സ്വിച്ച് ശേഷം എനിക്ക് എന്താണ്? സ്ട്രോങ് ക്യൂം ആണ്. നിങ്ങൾ നോക്കുന്ന സ്ട്രോങ് ക്യൂം നമുക്ക് കിട്ടിയില്ലേ? ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ലിക്വിഡിറ്റി സ്വീപ്പ്. ദെൻ വി ഹാവ് ബ്രേക്ക് സ്ട്രക്ചർ. നമുക്ക് എന്തായി? ഒരു സ്ട്രോങ് ക്യൂം കിട്ടിയില്ലേ? പ്ലസ് നിങ്ങൾ നേരെ 50 മിനിറ്റിലേക്ക് പോയേക്ക്. ഞാൻ ആ പവർ ഓഫ് സെല്ലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്വീപ്പിന് ശേഷം പ്രൈസ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യുക? ഒരു ഡിസ്പ്ലേസ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. സോ ബാക്ക് ടു 50 മിനിറ്റ്സ്. ഇവിടെ നിങ്ങൾ POIs നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ബ്ലോക്ക് ഉണ്ട്, QML ലൈൻ ഉണ്ട്, പ്ലസ് നിങ്ങൾക്ക് ഫ്ലിപ്പ് സോൺ ഉണ്ട്, ഓർ ഡിമാൻഡ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ QMLലും ഫ്ലിപ്പ് സോൺ മീൻസ് ഓർഡർ ബ്ലോക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന മെയിൻ മീൻസ് ബ്രേക്ക് ബ്ലോക്ക് കൺസിഡർ ചെയ്ത മെയിൻ റീസൺ എന്തുകൊണ്ട് വെച്ചാൽ ഇത് ഒത്തിരി ദൂരെ കിടക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഓട്ടോ ബ്രേക്ക് ബ്ലോക്കിലേക്ക് എൻട്രി വെക്കണം. എൻട്രി ഹിയർ ബിലോ ദ ലോ അറൗണ്ട് 8 ടിപ്സിന്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യണം? എസ്എൽ വെക്കണം. സോ 50 മിനിറ്റിൽ 8 ടിപ്സിനകത്ത് നമ്മൾ അത്യാവശ്യം കൂടുതലാണ്, പ്രത്യേകിച്ച് മേജർ പ്ലെയിനൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എൻട്രി ഇവിടെ വെച്ചത് ഹിയർ. ഓക്കെ, കുറച്ച് ആ സമയത്ത് സ്പ്രെഡ് കുറച്ചുണ്ടായിരുന്നു, അപ്പൊ സ്പ്രെഡ് കൂടെ കൺസ്ട്രക്ട് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എൻട്രി ഹിയർ എസ്എൽ ബിലോ ദ പ്രൊട്ടക്ട് ലോ. എസ്എൽ ടോട്ടൽ എസ്എൽ 5.7 ഫിറ്റ്സ്. ആ കുഴപ്പമില്ല. ദെൻ ടാർജറ്റ് എവിടെ വെക്കാം? ഫസ്റ്റ് ടാർജറ്റ് ഓഫ് കോഴ്സ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, സെക്കൻഡ് ടാർജറ്റ് നമുക്ക് എവിടെ വെക്കാം? എക്സ്റ്റേണൽ റേഞ്ചിലേക്ക്. എക്സ്റ്റേണലിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല, ഇന്റേണലിലേക്കാണ് വെയിറ്റ് ചെയ്യേണ്ടത്. സോ എൻട്രി ഹിയർ എസ്എൽ ബിലോ ദ ടാർജറ്റ് 5.
5.7. It's a നൈസ് RR ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രേഡ് RR ആണ്. അപ്പം ഇത് തന്നെയാണ് എന്റെ ട്രേഡിംഗ് പ്ലാൻ. ഞാൻ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഹിയർ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഓക്കെ, ദെൻ ബാക്ക് ടു ഹിയർ. നമുക്ക് എന്ത് ചെയ്യാം? ഇനി പ്രൈസ് അവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തിരിച്ച് എന്റെ POയിൽ വന്ന് എന്നിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ, മുകളിലോട്ട് പോകാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബൈ ലിമിറ്റ് നമ്മൾ നേരെ ബ്രോക്കറിനകത്ത് പോയിട്ട് എന്ത് ചെയ്യും? സെറ്റ് ചെയ്ത് വെക്കും. ഒരു കോമഡി നടന്നിട്ടുണ്ട്, എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് തട്ടിയില്ല. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു? വീണ്ടും ബ്രേക്ക് ചെയ്തു. കുഴപ്പമില്ല. നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു ഐഡിയം ഇൻഡ്യൂസ്മെന്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു, ഒരു ലിക്വിഡിറ്റി പ്രൈസ് കൂടെ ക്രിയേറ്റ്. സ്റ്റിൽ നമ്മുടെ ആ POA എന്താണ്? വാലിഡ് ആണ്. അതിനുശേഷം ഇതൊക്കെ ന്യൂസിന്റെ മൂവ്മെന്റ് ആണ്. ആ സമയത്ത് ന്യൂസ് ഉണ്ടായിരുന്നു മാർക്കറ്റിനകത്ത്. ആൻഡ് ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? നമ്മൾ പക്ക പവർ ഓഫ് ത്രീന്റെ മോഡലായി. കണ്ടോ? സ്വീപ്പ് ചെയ്തു. സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് മൂവ്. ഇത് 50 മിനിറ്റ് ബേസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് വെക്കാം? ബൈ മോഡൽ വെക്കാം. നോ പ്രോബ്ലം. ഓക്കെ, അവിടെ തന്നെ കറക്റ്റ് ടാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. കറക്റ്റ് പവർ ഓഫ് ത്രീയുടെ മോഡൽ ഒരു എൻട്രി മോഡലാണ് അവിടെ കിട്ടിയത്. ബാക്ക് 50 മിനിറ്റ്സ്. ഓക്കെ, സോ ഞാൻ സ്റ്റിൽ എവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്? എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? എന്റെ POയിൽ ടാപ്പ് ചെയ്തു. വൺസ് POയിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ബ്രേക്ക് ചെയ്യാൻ വെക്കുന്നത്. സോ ബ്രേക്ക് ചെയ്യാൻ വെക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ ഹൈ ബ്രേക്ക് ചെയ്യണം. ഇതാണ് ബെറ്റർ. എന്തിനു വേണ്ടി? ബ്രേക്ക് ചെയ്യാൻ വെക്കാൻ കുറച്ചുകൂടി നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്ത് ക്യാനിൽ എന്തോട് കൂടി ക്ലോസ് ചെയ്യണം? ബോഡിയോട് കൂടി ക്ലോസ് ചെയ്യണം. ഓക്കെ, സ്റ്റിൽ നമ്മളെ ലെവൽ വീണ്ടും ടെസ്റ്റ് ചെയ്യും. എനിക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? റീ എൻട്രി വീണ്ടും ചെയ്യാവുന്നതാണ്. എങ്ങനെയാ? ലിക്വിഡിറ്റി. പക്ഷെ ഇവിടെ ബ്രേക്ക് ഓഫ് സെക്ഷൻ ഇല്ല. ബാഡ് ലക്ക്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റൂല. ആൻഡ് സം കൈൻഡ് ഓഫ് ഒരു റേഞ്ച്. ഓക്കെ, ആൻഡ് ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? ഈ ഹൈ ബ്രേക്ക് ചെയ്ത് വിത്ത് ബോഡി ക്ലോഷർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാൻ വെക്കാം. എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് നമ്മുടെ ലണ്ടൻ എൻഡ് ആവാനായിട്ടുണ്ട്. ആൻഡ് ഫൈനലി ലണ്ടൻ എന്ത് ചെയ്തു? എൻഡായി. ന്യൂയോർക്ക് സ്റ്റാർട്ടായി. ഓക്കെ, ആൻഡ് ബൂം, പ്രൈസ് എന്ത് ചെയ്തു? ന്യൂയോർക്കിന്റെ സമയത്ത് ന്യൂസ് വന്നു. മാർക്കറ്റ് അത്യാവശ്യം നല്ല സ്ട്രോങ് മൂവ്മെന്റ് ഇങ്ങോട്ട് പോയി, ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. സോ നിങ്ങൾക്ക് ഇവിടെ ഇന്റർണൽ ഫസ്റ്റ് ടാർജറ്റും കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് ടാർജറ്റും കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ടാർജറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1:5 ഗ്രേറ്റ് RR. പിന്നെ ഒരു സന്തോഷം കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് എന്റെ ബ്രോക്കറിൽ എക്സിക്യൂട്ട് ആയില്ല. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂസിന്റെ സമയത്ത് അത്യാവശ്യം സ്പ്രെഡ് കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് അവിടെ വന്ന് 2 ടൈംസ് ടെസ്റ്റ് ചെയ്തിട്ട് പോലും എന്തായിട്ടില്ല? ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. എനിക്ക് ആ ഒരു എൻട്രി എന്തായി? മിസ് ആവാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ഫ്രൈഡേ എന്ന് പറയുന്നത്, ഫ്രൈഡേയും തേഴ്സ്ഡേക്ക് ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്. ഫ്രൈഡേ ഓൾമോസ്റ്റ് എനിക്ക് 2 ട്രേഡ്സും എന്തായി? മിസ്സായി. സോ ഇത്രയായിരുന്നു ഞാൻ ആ ഒരു ഫ്രൈഡേ മാർക്കറ്റിനകത്തെ സെറ്റപ്സ് കാര്യങ്ങളൊക്കെ വന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് സ്റ്റുഡൻസ് എടുത്ത ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ട് അവർ ആ ട്രേഡ്സ് എടുത്തത് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് നമുക്ക് ഈ സാംസങ് ബ്രോന്റെ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ജിഷ്ണു, പിന്നെ അശ്വിന്റെ ഉണ്ട്. ഇത് 26 ആണ്. 26ന് വേണേൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, 27 26 ആണല്ലോ. 27 ഇത് ഫസ്റ്റ് ഐ തിങ്ക് അബിന്റെ സെറ്റപ്പ് ആണ്. നോക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഈ എൻട്രി വാലിഡ് ആണ്. ഇതിന് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്ക്. സേവ് ചെയ്യുന്നുണ്ട്. സോറി, നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം. അതിൽ കുറച്ചുകൂടി നല്ലത്. സോ GBP/USD ആണ് പെയർ എന്ന് പറയുന്നത്. GBP/USD ഫിക്സ് ചെയ്യാം. 50 മിനിറ്റ് ടൈം ഫ്രീ. ഐ തിങ്ക് 30 മിനിറ്റ്സിലാണ് അവൻ ചാർട്ട് പോസ്റ്റ് ചെയ്ത്. സോ 30 മിനിറ്റ്സ് ചെയ്യാം. 30 മിനിറ്റ്സിന്റെ ബേസിൽ സെറ്റപ്പ് പോസ്റ്റ് ഇരിക്കുന്നത് ഞാൻ മറ്റേ ഇത് ടൂൾ ഡിസേബിൾ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്താണ്? ബുള്ളിഷ് ആണ്. നമ്മുടെ 2 ഇയേഴ്സ് സാലറി POയിൽ ടാപ്പ് ചെയ്താണ് മാർക്കറ്റ് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദ പ്രോബ്ലം ഈസ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല? ബ്രേക്ക് ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം ബ്രേക്ക് ചെയ്തിട്ടുമില്ല. അതിന്റെ കൂടെ തന്നെ ബോഡി ക്ലോഷർ ഉണ്ടോ? ഇല്ല, വിക്ക് ക്ലോഷർ ആണ്. അതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ഇത് H4 ട്രേഡിംഗ് റേഞ്ച് ആണ് തോന്നുന്നു. H4 ട്രേഡിംഗ് റേഞ്ച് ബ്രേക്ക് മാർക്കിൽ ടാപ്പ് ചെയ്തു. ഈ ഹൈ സ്വീപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോ ലിക്വിഡിറ്റി ആവാനുള്ള ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് ടൈം മാർക്കറ്റ്. മേ ബി ചെറിയ റിയാക്ഷൻ തരാം. ഓക്കെ, താഴോട്ട് വരാം. ഈ ലോ എന്തായാലും നമുക്ക് തിരിച്ചിനി ബൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്ത ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഒരു ലെവല് നമുക്ക് ഞാൻ കാണിച്ചത് ആ ലെവൽ എന്തുകൊണ്ടാണുള്ളത്. പ്രൈസ് അവിടെ വന്നു, സ്ട്രോങ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. മൺഡേ ആൻഡ് കമ്മിങ് വീക്സ് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം.
ജിഷ്ണുവിന്റെ സെറ്റപ്സ് അല്ല, അബിയുടെ സെറ്റപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റിലേക്ക് ജസ്റ്റ് നിങ്ങൾ സ്വിച്ച് ചെയ്യുക. 30 മിനിറ്റ്സിലാണ് ചാർട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ലുക്ക് അറ്റ് ചെയ്യുക. 30 മിനിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ 30 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് ലുക്ക് അറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ പ്രോബ്ലം ഐ തിങ്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടന്നിട്ടുണ്ടോ? അവൻ യൂസ് ചെയ്ത് സെയിം എഫക്ട് CM തന്നെയാണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വീപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ സ്വീപ്പ് നടന്നിട്ടുണ്ടല്ലോ, കൺസിഡറബിൾ ആണ്. ഓക്കെ, ഇവിടെ പ്രൈസ് എന്ത് വന്നിട്ടുണ്ട്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യാം കിട്ടി. ഇനി വീക്ക് ക്യാം വേണം. സോ വീക്ക് ക്യാമിന് വേണ്ടി ലിക്വിഡിറ്റി സ്വീപ്പ്, വീക്ക് ബ്രേക്ക് ഔട്ട് സെക്ഷൻ ഇപ്പോഴും നമുക്ക് തന്നില്ല. നമ്മൾ ബ്രേക്ക് ഔട്ട് സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലെ. POS കൺസിഡർ ചെയ്യാൻ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഡിമാൻഡ് സോൺ ഉണ്ട്. പ്ലസ് നമുക്കിത് ബ്രേക്ക് ബ്ലോക്ക് സെയിം പോയിന്റ് തന്നെ കിടക്കുന്നത്. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഏഷ്യ ഓൾമോസ്റ്റ് ഇവിടെ ടച്ച് ചെയ്തു. ഏഷ്യ ഇവിടെ വന്നു, ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു M30 M5 ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു ബൈ ഓപ്ഷൻ നോക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ക്ലിയർ ചെയ്യാൻ ഒരിക്കലും സേർച്ച് ചെയ്യില്ല. ഇവിടെ ഞാൻ സേർച്ച് ചെയ്യുന്നില്ല. നമുക്കൊരു ബെറ്റർ RR കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. റീസൺ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയ എപ്പോഴും സി തന്നെയാണ്. പ്രീവിയസ് ആയുള്ള വീക്കും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈവൻ ഒരു ബോഡി ക്ലോഷർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മളതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പൊസിഷൻ നമ്മൾ 50% പാർഷ്യൽസ് എടുത്ത് കൊണ്ടുപോകേണ്ടി വരും. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻട്രി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് നമുക്ക് NFI ഒരു കൺഫർമേഷൻ ഒക്കെ തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഫ്കോഴ്സ് ബൈ ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂ. പ്ലസ് ഈ ഒരു പിയോനെ സ്ട്രോങ് ആക്കാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തൊട്ട് മുകളിൽ നമുക്ക് എന്തുണ്ട്? ഒരു ക്ലീൻ ആയിട്ടുള്ള ഡബിൾ ബോട്ടം ഓർ ട്രിപ്പിൾ ബോട്ടം വാട്ടവർ നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. ഓക്കെ, ക്ലീൻ ആയിട്ടുള്ള ട്രിപ്പിൾ ബോട്ടം ഉണ്ട്. നമുക്കൊരു നല്ല ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എക്സ്പെക്ട് ചെയ്യാം. വൺസ് പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി നോക്കുക എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയയിലായിരിക്കും. ഓക്കെ, സംവെയർ അറൗണ്ട് ഹിയർ ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞത്. M30 ഓക്കെ, റിഫൈൻഡ് ആക്കുന്ന ഏരിയയിൽ തന്നെ വരുന്നത്. അപ്പൊ നമുക്ക് ലൈൻ ഇവിടെ വരുന്നുണ്ട്. ഈ ഏരിയ മൊത്തം കൺസിഡർ ചെയ്യേണ്ടി വരും. ബെറ്റർ ഐ തിങ്ക് അത് H4 ഒരു മെറ്റീരിയൽ വിക്ക് ആവും. ഓക്കെ, സോ വൺസ് പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്തില്ലേ നെക്സ്റ്റ് പിന്നെ നമുക്കൊരു H4 ബേസിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ് കിടക്കുന്നത്. നെക്സ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് മൺഡേ അല്ലേ, നമുക്ക് നോക്കാം. എന്തായാലും ആ ഒരു സെയിം ഡാവിന് എൻട്രി നോക്കി അവിടെ എന്ത് ചെയ്തിട്ടില്ല? പ്രൈസ് വന്നിട്ടില്ല. നെക്സ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് സൺസൺ പോയിന്റ് ആണ്. അത് ഐ തിങ്ക് ആ ഒരു യൂറോയിസ്റ്റ് ഞാൻ അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു ആ സെറ്റപ്പിനകത്ത്. ഓവറോൾ അവർ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഷോക മാർക്കറ്റ് കണ്ടീഷൻ ആണ്. സോ അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഷിഫാസിന്റെ സെയിം ഷിഫാസ് ഈ ഒരു കാണുന്ന ഓഡിയോസ്റ്റ് തന്നെ. പക്ഷെ അവന് 1 മിനിറ്റിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവൻ ആക്ച്വലി എനിക്ക് മിസ് ചെയ്തു. പക്ഷെ FXCM അവിടെ എൻട്രി ഇല്ല. പക്ഷേ ഒനാടനകത്ത് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവനവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയാ, ഒരു നല്ല കാര്യം തന്നെയാണ് നോട്ടീസ് ചെയ്യാന്ന് പറയുന്നത്. സെയിം പോയിന്റ് ഹിയർ. ഓക്കെ, ദെൻ പക്ഷെ സാംസങ് ബ്രോ തിരിച്ച് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യ ഐ തിങ്ക് ഏഷ്യ ഇവിടെ ലോ സ്വീപ്പ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. പവർ ഓഫ് 3 മുകളിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ നല്ലൊരു ബൈ മൂവ്മെന്റ് ആണ് അവിടെ മാർക്കറ്റ് കിട്ടിയതല്ലേ. യാ, നൈസ് സെറ്റപ്പ്. ഓക്കെ, ഐ തിങ്ക് ഇത് അവൻ ലേണിംഗിന്റെ ഭാഗമായിട്ടാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഓഡി വെസ്റ്റിന്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അന്ന് മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു. ബാഡ് ലക്ക്, നമുക്ക് ആ ഒരു എൻട്രി എന്തായി? മിസ്സായി. ഓക്കെ, നെക്സ്റ്റ് സെറ്റപ്പ് ഇത് സെയിം സെൽ തന്നെയാണ് അവൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, വിത്ത് സോൺ യൂറോയിസ്റ്റ് അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു സെറ്റപ്പിനകത്ത്. ഇപ്പൊ നമ്മുടെ ജിഷ്ണു ബ്രോന്റെ NSD USനകത്ത് അവനെടുത്ത ഒരു ബൈ മോഡലാണ്. ഓക്കെ, ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം. ഐ തിങ്ക് 50 മിനിറ്റ്സ് ആയിരിക്കും മോസ്റ്റ്ലി. സോ NSD USD FXCM ആൻഡ് 50 മിനിറ്റ്സ് എവിടെയാ ബൈ ചെയ്യുന്ന എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. 27 അല്ലേ? ഐ തിങ്ക് ഈ ഒരു കാണുന്ന ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും അവൻ പിക്ക് ചെയ്തിട്ടുണ്ടാവുക. കേസ് ലുക്ക് ഹിയർ. NSD USD ഞാൻ നോക്കുന്ന പേര് തന്നെയാണ്. എനിക്ക് അത്യാവശ്യം എന്റെ ഫേവറേറ്റ് പേര് തന്നെയാണ് NSD USD എന്ന് പറയുന്നത്. സോ 50 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ലണ്ടന്റെ സമയത്ത് എൻട്രി ചെയ്യാൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഏഷ്യ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ട്രേഡിംഗ് റേഞ്ച് നോക്കുമ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ്, വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി?
സ്ട്രോങ് ക്യാം കിട്ടി, നമുക്ക് എന്ത് വേണം? വീക്ക് ക്യാം വേണം. സോ ലിക്വിഡിറ്റി സ്വീപ്പ്, then we have breakfast structure. സ്ട്രോങ് ക്യാമുമായി നമുക്ക് എന്തും കിട്ടി, വീക്ക് ക്യാമും കിട്ടി. then നെക്സ്റ്റ് നമുക്കിവിടെ ഏഷ്യ ഉണ്ട്, പക്ഷേ മാർക്കറ്റിന്റെ ഓവറോൾ ഡയറക്ഷൻ ഈ കാണുന്ന അല്ലെങ്കിൽ 15 മിനിറ്റ് ബേസിൽ എന്താണ്? ബുള്ളിഷ് ആണ്. സോ ഈ സെല്ലിനേക്കാൾ കുറച്ചുകൂടി എപ്പോഴും പ്രയോറിറ്റി എന്തായിരിക്കും? ബൈനായിരിക്കും. ഓക്കെ, ഏഷ്യയുടെ ഈവൻ ഏഷ്യയുടെ ഹൈ പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ഡയറക്ഷൻ വേണ്ടി നോക്കുന്ന എപ്പോഴും സേഫ് ആണ്. പക്ഷെ POI കൺസിഡർ ചെയ്യുന്ന സമയത്ത് സപ്ലൈ സോൺ ഉണ്ട്, സോറി ഡിമാൻഡ് സോൺ ഉണ്ട്, മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഡിമാൻഡ് സോൺ ഉണ്ട്, ഏഷ്യ ഇവിടെ എൻഡ് ആയിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് റിഫൈൻ ചെയ്ത് വെക്കാം. ഏഷ്യ എൻഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? എൻട്രി നോക്കുന്നുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് അവന് എൻട്രി എടുത്ത ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് 3 മീൻസ് 15 PO അൺമിറ്റിഗേറ്റഡ് വീക്ക് ആണ് അവനെ POയ്ക്ക് വേണ്ടി കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, സപ്ലൈ സോൺ അല്ല, അൺമിറ്റിഗേറ്റഡ് വീക്ക്. ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്തിട്ടില്ല, ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ ഏഷ്യയുടെ സമയത്ത് തന്നെയല്ലോ. സോ അൺമിറ്റിഗേറ്റഡ് വീക്ക് ആണ് അവൻ എന്ത് ചെയ്തത്? POയ്ക്ക് വേണ്ടി കൺസിഡർ ചെയ്തത്. നല്ല തന്നെയാണ്. നമുക്ക് എന്തായാലും ഓർഡർ ബ്ലോക്ക് ഇല്ല, ഡിമാൻഡ്സ് ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, എല്ലാം ഏഷ്യ ഡ്യൂറിംഗ് ദ ഏഷ്യയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അൺമിറ്റിഗേറ്റഡ് വീക്ക് എടുക്കാം. ദെൻ നെക്സ്റ്റ് ഒരു ടൈം ഫ്രെയിം PO കിട്ടിയ നെക്സ്റ്റ് പ്രൈസ് എന്ത് ചെയ്യണം? POയിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ? മൈലി പ്രൈസ് എവിടെ ടാപ്പ് ചെയ്തു? POയിൽ ടാപ്പ് ചെയ്തു. വൺസ് POയിൽ ടാപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്താണ്? എൻട്രി. സോ അതിന് എൻട്രിക്ക് വേണ്ടി എത്തിയിരിക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് 5 മിനിറ്റ്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ ടൈം ഫ്രെയിം. സോ എനിക്ക് 15 മിനിറ്റിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്, ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഏഷ്യ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അഡീഷണൽ കോൺഫിഡൻസ് ലിക്വിഡിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കാണിച്ച പോലെ നമുക്ക് എന്തുണ്ട്? സം കൈൻഡ് ഓഫ് AMD. ഓക്കെ, റേഞ്ചിങ് പ്രൈസ് റേഞ്ച് ആയിട്ടുണ്ട്. ദെൻ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇമ്പൾസീവ് അല്ലെങ്കിൽ സ്ട്രോങ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എൻട്രിക്ക് വേണ്ടി 5 മിനിറ്റ് ആണ് അതിനെ പിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 മിനിറ്റിലേക്ക് ഞാൻ നേരെ ചാർട്ട് സ്വിച്ച് ചെയ്തു വെക്കുന്നുണ്ട്. യാ, ആൻഡ് ഫൈനലി ഈ ചാർട്ട് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് സ്വീപ്പ് നടന്ന ഇവിടെയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ കിട്ടണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. കെയിൻ ലോ സ്വീപ്പ് ചെയ്തു ഇന്റേണലി. ഇവിടെ ഫ്രഷ് ലെവൽസ് ഒന്നുമില്ല, ഒന്നും ബാലൻസ്ഡ് ആയിട്ട് ഒന്നുമില്ല. യാ, മാർക്കറ്റ് ഫൈനലി നമുക്ക് എന്ത് തന്നു? ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. അപ്പൊ നമുക്ക് സ്ട്രോങ് ക്യൂം എന്തായി? കൺഫേം ആയി. പ്ലസ് നിങ്ങൾ ഈ ഹൈ ഒക്കെ വേണ്ടോ? അപ്പൊ നമുക്ക് 15 മിനിറ്റിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താവും? പിക്ചർ ക്ലിയർ ആവും. ഓക്കെ, സോ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണ്. നമ്മൾ 5 മിനിറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല പേഴ്സണലി എന്റെ സജഷൻ. 5 മിനിറ്റിൽ പോയി കഴിഞ്ഞാലും 15 മിനിറ്റിൽ പോയി കഴിഞ്ഞാലും സെയിം POI തന്നെയാണ് വരുന്നത്. സോ 5 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ എന്ത് ചെയ്തു? പിക്ക് ചെയ്തു. സോ യെസ് മൈ POI. ഡിമാൻഡ് സോൺ കൺസിഡർ ചെയ്യും. താഴെ നമുക്ക് ഒരു അൺമിറ്റിഗേറ്റഡ് വീക്ക് ഉണ്ട്. ഓക്കെ, റെഡിയാ? ഹിയർ S11 ഇവിടെ വെച്ച് പ്രൊട്ടക്ട് ലോന്റെ താഴെ തന്നെ അല്ലേ? യെസ്, പ്രൊട്ടക്ട് ലോന്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. SL ബിലോ ദ പ്രൊട്ടക്ടർ ലോ. ഫസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും എവിടെ ആയിരിക്കും? ഇന്റേണൽ. ഓക്കെ, അത് അത്യാവശ്യം RR വേണം, ഇല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണലെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എക്സ്റ്റേണൽ ചെയ്യാം. സോ ഇന്റേണൽ നമുക്കൊരു 1:3, പ്രസ്റ്റേജ് 1:3 ഉള്ളൂ. കുഴപ്പമില്ല, അവിടെ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ വെയിറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ 1:4 എടുത്ത് റൗണ്ട് ഫിഗർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 വെക്കാം. ഇനി അവൻ എവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ഇന്റേണൽ തന്നെയാണ് അവനെ വെച്ചത്, അല്ലെങ്കിൽ ഏഷ്യയുടെ ഹൈ. അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഏഷ്യയുടെ ഹൈ ടാർഗറ്റ് വെക്കുക എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ്. ഓക്കെ, സോ എൻട്രി ഹിയർ സെൽ ബിലോ ദ പ്രൊട്ടക്ട് ലോസ്റ്റ്. ടാർഗറ്റ് എവിടെയാ? ഏഷ്യയുടെ ഹൈ ടാർഗറ്റ്. പിന്നെ ആഫ്റ്റർ എന്താ സംഭവിച്ചത്? പ്രൈസ് എവിടെ വന്ന് ടാപ്പ് ചെയ്തു? POയിൽ വന്നിട്ട് ടാപ്പ് ചെയ്തു. ലണ്ടൻ സ്റ്റാർട്ട് ആയി. ആൻഡ് ഫൈനലി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിരിക്കുന്നുണ്ട്. ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? TP ഹിറ്റ് ചെയ്തു. ഗ്രേറ്റ് ജോബ് ബ്രോ, ഗ്രേറ്റ് ജോബ്. നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു NST USD സെറ്റപ്പ്. നല്ലൊരു എൻട്രി ആയിരുന്നു. ഓക്കെ, ഗുഡ് ലക്ക്. നല്ല സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് അബിന്റെ ഒരു GPUSDനകത്തുള്ള ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആക്ച്വലി. അത് എന്തിന്റെ ബേസിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ബേസിലാണ്. സെറ്റപ്സ് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവന് ഐ തിങ്ക് പോസ്റ്റ് ചെയ്തിട്ട് അവൻ എടുത്തിട്ടില്ല തോന്നുന്നു. GPS ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് എഫക്ട് ചെയ്യുമ്പോൾ പോവാ. ഐ തിങ്ക് ആ ഒരു എൻട്രി ഹിയർ. അപ്പൊ എന്താണ് സെറ്റപ്പ് ഞാൻ കൺസിഡർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതാണ് എന്റെ മേജർ സ്വിംഗ് ലോ, ഇതെന്റെ മേജർ ഹൈ. ഓക്കെ, പക്ഷെ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്റേണലിനകത്ത്. മേജർ ഹൈന്റെ മേജർ ലോവിന്റെ ഇടയിലുള്ള സെറ്റപ്പിനകത്താണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. ചേസ് ലൊക്കെ എത്തിയ. ഓക്കെ,
എനിക്ക് ഒട്ടും സേഫ് അല്ല സെറ്റപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ്, ദെൻ നമുക്ക് എന്ത് കിട്ടി? ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, സ്ട്രോങ് ക്യം കിട്ടി. ആൻഡ് നമുക്ക് ഈ സ്വിംഗ് ലോയും മേജർ സ്വിംഗ് ലോയും മീൻസ് ഇന്റേണൽ ബേസ് ഉള്ള സ്വിംഗ് ലോയും ബ്രേക്ക് ചെയ്തിരുന്നു. സോ സ്ട്രോങ് ക്യം ആൻഡ് വീക്ക് ക്യം ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ്. ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. PO ആയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. സപ്ലൈ സോൺ, ഓക്കെ, സപ്ലൈ സോണും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് അവരുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞത്. ഓക്കെ, റിഫൈൻ ചെയ്തിട്ട് അവന് മറ്റേത് ആയിരിക്കും അല്ല എടുത്തത്, വലിയ PO ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം? പ്രൈസ് ഹയർ ടൈം ഫ്രെയിം PO ടാപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? ഹയർ ടൈം ഫ്രെയിം PO ടാപ്പ് ചെയ്തു. ഐ തിങ്ക് ഈ ഒരു ക്യാനലിന് ആ ഒരു എൻട്രി അവിടെ വന്നിട്ടുണ്ടാവും. എൻട്രി ഐ തിങ്ക് എടുത്തിരിക്കുന്നത് 3 മിനിറ്റ്സ് ആണോ എൻട്രി നോക്കിയത്, അല്ലെ 1 മിനിറ്റോ? 1 മിനിറ്റിലാണ് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് 1 മിനിറ്റിൽ ജസ്റ്റ് പോയി നോക്കാം. യാ, എൻട്രി ഹിയർ. പ്രൈസ് ഹയർ ടൈം ഫ്രെയിമിന്റെ PO ടാപ്പ് ചെയ്തു. സോ അതിന് ശേഷം നമുക്ക് liquidity sweep, then we have breakout structure. നമുക്ക് സ്ട്രോങ് ക്യം കിട്ടി. PO ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്ലൈ സോൺ ആണ്. സപ്ലൈ സോണും ക്യം ലൈനൊക്കെ ഓൾമോസ്റ്റ് നിയർ ആണ്. സോ എൻട്രി ഹിയർ. SL above the protected high. ടാർജസ് നമുക്ക് ഇതിന്റെ ബേസിലെ ടാർജറ്റ് വെക്കാണ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്റർണൽ ട്രെൻഡ് കൂട്ടി വെക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോട്ടം വെക്കാം. സെക്കൻഡ് ടാർജറ്റ് നമുക്ക് ഇവിടെ വെക്കാം, എക്സ്റ്റേണൽ വെക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടാർജറ്റ് ഹിയർ, ഈ കാണുന്ന ഒരു ഡബിൾ ബോട്ടം. സെക്കൻഡ് ടാർജറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും ലിക്വിഡിറ്റി ടാർജറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, എക്സ്റ്റേണൽ വെയിറ്റ് ചെയ്യുന്നതിന് പകരം. യാ, ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തു. ദെൻ ഓ ഷിറ്റ്, ബ്രേക്ക് ഈവൻ. ഇത്രയൊക്കെ എന്ത്, ഈ ഒരു ക്യാനലൊക്കെ എന്തായാലും ഇങ്ങനെ ക്ലോസ് ചെയ്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാനുവൽ ആയിട്ടാണ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. കംപ്ലീറ്റ് TPക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇറ്റ്സ് അറൌണ്ട് 1:4 ഇവിടെ എത്തുമ്പോൾ 1:3 എന്തായാലും ഉണ്ട്. നല്ലൊരു എൻട്രി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല, ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് വേറെ ഒരു ഓഫർ. അപ്പോൾ ഇത് അറൌണ്ട് ഒരു 1:4. ഇപ്പൊ എന്റെ ഓഡിയോ USP അറൌണ്ട് 1:5 ആവും, 1:9 ആയി. പിന്നെ ഡിഫറെന്റ് സെറ്റപ്പ് അറൌണ്ട് നമുക്ക് 1:4 ഉണ്ട്. അപ്പോൾ 1:80 ആയി. പിന്നെ മറ്റേ നമുക്ക് എൻട്രി മിസ്സായി. അപ്പൊ അത് കൺസിഡർ ചെയ്യേണ്ടി പറ്റില്ല, നമുക്ക് പ്രോപ്പർ എൻട്രീസ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഫ്രൈഡേ നമുക്ക് അറൌണ്ട് 1:30 ഇപ്പോൾ ഓൾറെഡി നമ്മൾ 10 ആയിട്ടുണ്ട്. പിന്നെ അശ്വിൻ ബ്രോയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സെയിം ഈ സെല്ലാണ് നമ്മൾ അശ്വിൻ ബ്രോ ചെയ്തത്. അശ്വിൻ ബ്രോ ചെയ്ത ഈ സെയിം സെല്ലാണ്, കണ്ടോ? പെർഫെക്റ്റ് വൺ. യാ, അവനെ പിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെല്ല് അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓഡിയോ സ്ട്രീം ഒരിക്കലും എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഈ ഹയർ ടൈം ഫ്രെയിമിന്റെ PO റെസ്പെക്ട് ചെയ്ത പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെല്ല് എന്തല്ല, സേഫ് അല്ല. ഇതിന് മുമ്പ് അവൻ ഇതേ സെയിം ട്രേഡില് SL അടിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ബേസിൽ SL കിട്ടിയിട്ടുണ്ട്. ദെൻ ലിയോജിൻബ്രോയുടെ സെൽ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. റീസൺ ഒറ്റൊന്നേ ഉള്ളൂ, ലിക്വിഡിറ്റി ഒന്നുമില്ല, കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ബൈ ആണ് ഗോൾഡിനകത്തുള്ള ബൈ. നമുക്ക് ഓൾറെഡി ഇവിടെ ഈ ഒരു കാണുന്ന 15 മിനിറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ആ ഒരു സെറ്റപ്പ് എടുത്തില്ല, അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ സഫാൻബോയുടെ ഒരു ന്യൂറോവേഷൻ സെൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു സെല്ലിലാണ് അവന് ഫ്രണ്ട് അക്കൗണ്ട് അഗെയിൻ പാസ് ആയത്. സെക്കൻഡ് ടൈം ആണ് ഫേസ് 1 പാസ് ആവുന്നത്. ഏകദേശം നമ്മുടെ ഈ സിനാരിയോ ആണ് ഏത് സിനിമയിൽ. தலைவரே ரஃபீக் நம்ம பிளான் பிரகாரம் பேரிகேட் கிட்ட போய் நின்னா ஹிட்மேன் மேல இருந்து சுட்டா சிஎம் செத்தான். அப்ப வந்தான் தலைவர் அவன், வந்தா சுட்டா செத்தா. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഇന്നലെ ഫണ്ട് അക്കൗണ്ട് എടുത്തു, ഫസ്റ്റ് ഫേസ് പാസ്സായി. സെക്കൻഡ് ഫേസിൽ കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ച എന്ത് തോന്നുന്നു, മുന്നത്തെ ആഴ്ച തോന്നുന്നു, ഇങ്ങനെ മുന്നത്തെ ആഴ്ച കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയാണ് അക്കൗണ്ട് എടുത്തു. ഫസ്റ്റ് ഫേസ് പാസ്സായി, സെക്കൻഡ് ഫേസ് കൊണ്ടായി കൊളാക്കി. ഫസ്റ്റ് ഫേസ് വീണ്ടും പാസ്സാക്കി. പക്ഷെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യാ, എന്തായാലും നല്ലൊരു അച്ചീവ്മെന്റ് ആവട്ടെ. ഓക്കെ, ഓക്കെ, വേറെ ഒന്നുമില്ല. EURUSD 50 മിനിറ്റ് ബേസിൽ സ്ട്രോങ് ലോ വീക്ക് ആയി. ഞാൻ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്ട്രക്ചർ വന്നു, ആള് POയിലാണ് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 150 അവൻ എന്ത് ചെയ്തു? ജസ്റ്റ് എസ്കേപ്പ് ആയി. ഓക്കെ, പക്ഷെ ഒരു സെറ്റപ്പിൽ ഒരു റിസ്ക് ഉണ്ട്. വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു ബ്രേക്ക് മീൻസ് ഒരു റോങ് അല്ല, കാരണം വെച്ചാൽ ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വാലിഡ് അല്ല. പക്ഷെ നമുക്ക് ഈ ഒരു POയെ കൺസിഡർ ചെയ്യാനും പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാ അത് കൺസിഡർ ചെയ്യാൻ പറ്റാന്നുള്ളത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, പക്ഷെ അത് പ്രോപ്പർ സെറ്റപ്പ് ആണെന്ന് വെച്ചാൽ ഹാഫ് കോഴ്സ് നോട്ട്. ഓക്കെ, സോ USD 50 മിനിറ്റ് എഫക്ട് ചെയ്യാൻ. ഓക്കെ, സോ അവൻ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് അവൻ എൻട്രി ബേസ്ഡ് ആണ് അവൻ എൻട്രി. ഓക്കെ, ഓക്കെ, സോ റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ദെൻ ബ്രേക്ക് സ്ട്രക്ചർ, സ്ട്രോങ് ക്യാം കിട്ടി.
സോറി, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. നെക്സ്റ്റ് എന്ത് വേണം? വീക്കം വേണം. ലിക്വിഡിറ്റി സ്വീപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നൊന്നും ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ്സ് ഒന്നും വരുന്നില്ല. ഐ തിങ്ക് ഈ സമയമാകുമ്പോൾ തന്നെ ഈ ഒരു ട്രേഡർ ബി പണി തരാറുണ്ട്. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഇങ്ങനെയാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. ഇവിടെയാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ മാർക്ക്. പക്ഷെ ഇവിടെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ മാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ അത് നമുക്ക് ഒട്ടും കൺസിഡറബിൾ അല്ല. ഈ ഒരു പോയിന്റ്, ഈ ഒരു ക്യാൻ ഉണ്ടല്ലോ, ഈ ഒരു ബേറിഷ് ക്യാൻ, ബ്രേക്ക്ഔട്ട് ഈ ക്യാനിൽ പ്രീവിയസ് ക്യാനിൽ ലോ സ്വീപ്പ് ചെയ്യാൻ നമുക്ക് ഒരു ഹിഡൻ ബേസ് ആയുള്ള സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഹിഡൻ ബേസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ജസ്റ്റ് നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ, മീൻസ് കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് തരാം? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഹിഡൻ ബേസ് സ്ട്രക്ചർ എന്താണെന്നുള്ളത്. സോ ആ ഒരു ഹിഡൻ ബേസ് അവിടെ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് അവൻ എന്ത് ചെയ്യാം? ഈ കാണുന്ന ലോന്, ഈ കാണുന്ന പോയിന്റിന് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് സ്വീപ്പ് ആണ്, ചില പ്രീവിയസ് ക്യാൻഡിൽ ഈ ഹൈ എന്തിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? PO ആയിട്ട് എടുക്കാം. പക്ഷെ അത് PO അല്ല, നമുക്ക് ഒട്ടും സേഫ്, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് അത് വാലിഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഒരു ട്രേഡിംഗ് റേഞ്ച് ഉണ്ട്. കാൻ യു സീ ദാറ്റ്? ഇവിടെ ജസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. ഓക്കെ, സോറി, ഈ ലോ എടുത്തിട്ടുണ്ട്, ഈ ലോ എടുത്തിട്ടുണ്ട്. സോ ലിക്വിഡിറ്റി സ്വീപ്പ്, breakout structure, strong term, liquidity sweep, breakout structure, weak term, and almost there is no POE here. So price ഇവിടെ വന്നു ടാപ്പ് ചെയ്ത് പോകും. ഓക്കെ, പ്രൈസ് സീരീസ് ആയിട്ട് വരണം. അപ്പൊ ഇത് നമുക്ക് റേഞ്ച് എക്സ്പാൻഷൻ മോഡലായിട്ട് കൺസിഡർ ചെയ്യാം. സ്വീപ്പ് ചെയ്തു, ബ്രേക്ക് ചെയ്തു, താഴോട്ട് വന്നു. അപ്പൊ ഇതിന് വീണ്ടും മോൾട്ട് പോയി. സോ നെക്സ്റ്റ് ടൈം തിരിച്ച് പ്രൈസ് താഴോട്ട് വരുന്ന സമയത്ത് അവൻ ഈ കാണുന്ന ഏരിയയിൽ എന്ത് ചെയ്തു? ബൈ ചെയ്തു. ഇതിന്റെ ബേസിൽ ഒരു സെറ്റപ്പ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത്, എലമെന്റിലെ ഇൻസ്റ്റാ പേജിനകത്ത് ഞാൻ എന്തിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ പ്രോബിൾ ഡിമാൻഡ്സ് വന്നത് ഒരു ഗോൾഡിനകത്തിട്ട് ട്രേഡാണ്. സെയിം സിനാരിയോയിൽ സംഭവിച്ചാണ്. ഞാൻ ഐ തിങ്ക് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അവിടെ ബൈ ചെയ്തിട്ട് ഗോൾഡും കൂടി ആയിരുന്നു. എൻട്രി ഇവിടെ പ്ലാൻ ചെയ്തു, റിഫൈൻഡ് ആയിട്ട് അവൻ എപ്പോഴും കൺഫർമേഷൻ എടുക്കാതെയാണ് എൻട്രി എടുക്കുന്നത്. നല്ല കാര്യം തന്നെയാണ് കൺഫർമേഷൻ എടുക്കാതെ എടുക്കുന്നത്. പക്ഷെ ഫസ്റ്റ് നമുക്ക് റിഫൈൻഡ് ആക്കാൻ നമ്മൾ കൺഫർമേഷൻ എടുക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് QML ലൈൻ ആണ് എൻട്രി പ്ലേസ് ചെയ്തത്. എനിവേസ് എൻട്രി ഹിയർ, SL ബിലോ ദ പ്രൊട്ടക്ട് ലോ, താഴത്ത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഇതിനെ വീണ്ടും റിഫൈൻഡ് ആയുള്ള രീതിയിലാണ് വെച്ചാൽ സെയിം രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ QML ലൈൻ ആണ് അവൻ എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്തത്, ഈ ഒരു പോയിന്റ്. അപ്പം എൻട്രി കുറച്ചുകൂടി താഴോട്ട് വരും. ഓക്കെ, അപ്പൊ SL കുറച്ചുകൂടി കുറയും, RR കുറച്ചുകൂടി എന്ത് ചെയ്യും? കൂടും. അതായതാണ് വെച്ചാൽ വേറെ ഒരു POയും ഇവിടെ ലെഫ്റ്റ് ആയിട്ട് കിടക്കുന്നില്ല. QML ലൈൻ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ എക്സ്റ്റെൻഡ് 1:4 hour. ഫൈനലി പ്രൈസ് ഇവിടെ വന്നു. ജസ്റ്റ് 150 എന്താണ് ജസ്റ്റ് എസ്കേപ്പ് ആയി തോന്നുന്നു. പറഞ്ഞിട്ടുണ്ട് ഇവിടെ 1 പിപ്സ് ഉണ്ടായിരുന്ന SL ഹിറ്റ് ചെയ്യാൻ, ജസ്റ്റ് മിസ്സാണ് അവന്. പക്ഷെ ഫൈനലി അത് എന്ത് ചെയ്തു? TP അടിച്ചു. ഇനിയിപ്പോ ഇവിടെ കൺഫർമേഷൻ ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് സിനാരിയോ കേസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൺഫർമേഷന് വേണ്ടി 3 മിനിറ്റ് എടുക്കുന്നതാണ് നല്ലത്. സോ അതിന് വേണ്ടി ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, സ്ട്രോങ് ക്യാം കിട്ടി. ഇതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ലോ സ്വീപ്പ് ചെയ്തു. ഇവിടെ ആകെയുള്ള POI എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലിപ്പ് സോൺ ആണ്. അതിനെന്ത് ചെയ്യാം? കൺഫർമേഷൻ ആയിട്ട് അവിടെ എൻട്രി എടുക്കാം. അൺമിറ്റി ഒരു വിക്ക് ഇവിടെ ഉണ്ട്. സോ അതിന് താഴെ SL വെക്കാം. ആദ്യം സെയിം ഇവിടെ വെക്കാം. എക്സ്റ്റേണൽ ഇറ്റ്സ് അറൌണ്ട് 1:6 RR. ഓക്കെ, ഫൈനലി അത് എന്ത് ചെയ്തിട്ടുണ്ട്? TP അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് 15 മിനിറ്റ് സ്വിച്ച് ചെയ്യാം. TP അടിച്ചിട്ടുണ്ട്. അവസാനത്തെ ആ ന്യൂസിന്റെ സമയത്ത്, എൻവൈലെ ന്യൂസിന്റെ സമയത്ത് ഹ്യൂജ് മൊമെന്റ് ആയിരുന്നു. സോ ഇത്രയാണ് നമ്മൾ ട്രേഡ് മാർക്കറ്റിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ലൈവ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ. ആ ദിവസം സഫാൻ ഫണ്ടഡ് ഫസ്റ്റ് പ്രൈസ് പാസ്സായിട്ടുണ്ട്. ഓഡിയോ TP അടിച്ചിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ട്രേഡിന്റെ ട്രേഡ് ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഇതുപോലെ ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ മതി. ആർക്ക് വേണമെങ്കിലും പറയാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഞാനൊരു സെറ്റപ്പ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം. സോ നമ്മുടെ ഡിസ്കോഡ് സെർവറിനകത്ത് നിങ്ങൾക്ക് പാസ്റ്റേഴ്സിനകത്ത് സെറ്റപ്സ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കും. സോ വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് FXTM ആണ്. FXTM ഇപ്പോൾ നിങ്ങൾക്ക് 100% ഡെപ്പോസിറ്റ് ബോണസ് വന്നിട്ട് എല്ലാവർക്കും ഇല്ല, സെലക്ടഡ് ആയ ക്ലയൻസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഓൾറെഡി അക്കൗണ്ടിലുള്ളവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അക്കൗണ്ട് എടുക്കാനുള്ള ഒരു ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ XM-നകത്തും 100% ഡെപ്പോസിറ്റ് ബോണസ് വന്നിട്ടുണ്ട്. മാക്സിമം അപ് ടു 500 വരെ നമുക്ക് എന്ത് കിട്ടും? ഡെപ്പോസിറ്റ് ബോണസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യം ആളാണ്, ബിക്കോസ് നമ്മുടെ കോഴ്സ് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കോഴ്സ് എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? അത് കണ്ട് നോക്കി പഠിക്കാവുന്നതാണ്. സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ബ്രൗസറിനകത്ത് ജസ്റ്റ് നിങ്ങൾ വന്നിട്ട് യൂട്യൂബിന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിലേക്ക് നിങ്ങൾ പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോണിൽ എടുക്കണം. ജസ്റ്റ് എന്ത് ചെയ്യാം? യൂട്യൂബിനകത്ത് പോവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ സെർച്ച് ബോക്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
എലമെന്റൽ ട്രേഡിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് താഴോട്ട് വന്നാൽ നമ്മുടെ ചാനൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡിംഗ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ പ്രൈസ് ആക്ഷൻ സീരീസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ഞാൻ ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഫോറക്സ് ഫോക്കസ് ചെയ്യുന്ന ആളാണ്, അവർക്ക് വേണ്ടി നൈസുഗർ പവർ ഓഫ് 3, അതുപോലെ തന്നെ ഏഷ്യ ഹൈലോ എന്നാണ് സ്റ്റാർട്ട്. ഇങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിനകത്ത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോളജ് ഗ്യാദർ ചെയ്യാനും എല്ലാം പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നതായിരിക്കും പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് വേണം, നിങ്ങൾക്കൊരു മെന്ററുടെ സപ്പോർട്ടോട് കൂടി പഠിക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങളുടെ മെന്റർഷിപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ നിലവിൽ ഓൺലൈൻ ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്, പേഴ്സണൽ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ എന്ത് ചെയ്യാം, എലമെന്റിലെ കമ്പനി നമ്പർ അതിനകത്ത് ആയ മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നതാണ്, ക്ലിയർ ചെയ്തതാണ്. നിങ്ങൾക്കൊരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, നിങ്ങൾ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അതും നമ്മൾ എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് റിലേറ്റഡ് ആയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം നമ്മുടെ ലെമന്റെ കമ്പനി നമ്പറിലോ ബെറ്റർ നിങ്ങൾ ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിനകത്ത് ചോദിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. മാക്സിമം ആ ഒരു കമന്റ് ബോക്സിനകത്ത് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ട്രേഡ് ബ്രേക്ക് ഡൗൺ. ഇതുപോലെ വീഡിയോസ്, ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. സോ ഇത്ര നേരം എന്നെ സഹായിച്ചതിന് താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.